മുസ്ലിം മതം എന്ന് പറയുന്നത് അതിലേക്ക് ബ്രാഹ്മണന്മാർ പല ജാതിയും ഗോത്രവുമായി തിരിച്ച് ചവിട്ടിത്താത്തിയിരുന്ന ഒരു മനുഷ്യനിൽ നിന്ന് മുസ്ലിം എന്ന വിശ്വാസത്തിലേക്ക് ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജാതി വർണ്ണ വ്യത്യാസങ്ങൾ നോക്കിയല്ല ഖുർആൻ കൊടുക്കുന്നതും അവരുടെ കയ്യിൽ ആധികാരികമായ ഇസ്ലാമിക വിജ്ഞാനം പകർന്നു കൊടുക്കുന്നതും. അവർക്ക് അന്ന് മുതൽ നോമ്പ് നോക്കാം, അവർക്ക് അന്ന് തന്നെ വേണമെങ്കിൽ ഹജ്ജിന് പോവാം, അവർക്ക് അന്ന് തന്നെ വേണമെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീയെ കല്യാണം കഴിക്കാം, അവരുടെ പള്ളിയിൽ പിന്നിലെന്നോ മുന്നിലെന്നോ ഇല്ലാന്ന് ഏത് സ്ഥലം കിട്ടിയാലും ചെന്നിരിക്കാം. അവർക്ക് യഥാർത്ഥത്തിൽ ഏകോദര സഹോദരന്മാരെ പോലെ ജാതി മത വ്യത്യാസമില്ലാതെ മുസ്ലിം എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളിലും ഇടപഴകാം. വിശുദ്ധമായ ഖുർആൻ അന്ന് തന്നെ അദ്ദേഹത്തിന് പാരായണം ചെയ്തു തുടങ്ങാം. വിശുദ്ധമായ ഖുർആനിലെ ആശയങ്ങൾ അന്ന് മുതൽ പഠിച്ചു തുടങ്ങാം. അതാണ് ഇസ്ലാം മതത്തിൻ്റെ പ്രത്യേകത. സത്യം പറഞ്ഞാൽ ആദിമ മനുഷ്യനായ ആദമിൻ്റെ മക്കളായി അവരുടെ മക്കളുടെ പരമ്പരയിലെ സഹോദരങ്ങളായി അങ്ങോട്ട് മാറുകയാണ്. എന്നാൽ ഹിന്ദുക്കൾ അങ്ങനെയാണോ? സത്യത്തിൽ ഹിന്ദുക്കളെ കൊണ്ട് എത്രയോ ഗ്രന്ഥങ്ങൾ അവരുടെ കയ്യിലിരിക്കുന്നുണ്ട്, എത്രയോ ശ്ലോകങ്ങൾ അവരുടെ കയ്യിലുണ്ട്. രാമായണം മുതൽ മഹാഭാരതം മുതൽ ഉപനിഷത്തുക്കൾ മുതൽ അങ്ങനെ എന്തെല്ലാം ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാരും അതല്ലെങ്കിൽ അമ്പലങ്ങളിലെ തന്ത്രികളും അത് പൂജാരികളുമല്ലാതെ ഈ ഗ്രന്ഥങ്ങളെങ്ങാനും ആധികാരികമായി അവരുടെ മതത്തെ പഠിപ്പിക്കുന്നുണ്ടോ? അവിടുത്തെ മനുഷ്യരെ പഠിപ്പിക്കുന്നില്ല. അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇന്ത്യ രാജ്യത്ത്. കാരണം RSSകാരനും പിന്നെ BJPക്കാരനും ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങളും വിദ്വേഷങ്ങളും ഈ കൊലപാതകങ്ങളും ഈ വർഗതിരിക്കലും മതം തിരിക്കലും ഒന്നും നടക്കൂല പിന്നെ. കാരണം അതിലെഴുതപ്പെട്ടതല്ല തന്നെ ശാന്തതയും സമാധാനവും ചേർത്ത് പിടിക്കലുമാണ്. അതിൽ കൊലപാതകങ്ങളില്ല, വ്യഭിചാരങ്ങളില്ല. അതിൽ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന സമാധാനപരമായി ജീവിക്കുന്ന ആശയങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് താഴ്ന്നവനെന്നോ ഉയർന്നവനെന്നോ അതിൽ പറയുന്നില്ല. അതുകൊണ്ട് അവരെ അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ മനുഷ്യരെ മൊത്തമായി ബ്രാഹ്മണന്മാരും ഈ പറയുന്ന പൂജാരികളും തന്ത്രികളും ഒഴികെ മറ്റുള്ളവരെ അതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അധികാരങ്ങളൊന്നും ഇവർക്ക് ഈ പറയപ്പെട്ട മനുഷ്യരുടെ നെഞ്ഞത്ത് കയറാൻ കഴിയില്ല, അവർക്ക് താഴെ നിർത്താൻ കഴിയില്ല, അതുപോലെ അവരുടെ അടിയാറുകളും പണിയാളുകളുമായി നിർത്താൻ കഴിയില്ല. അങ്ങനെ എല്ലാവരും സമന്മാരായി മാറും. അങ്ങനെ വരുമ്പോൾ അധികാരം നഷ്ടപ്പെടുമെന്നുള്ള മുൻവിധിയിലും വിവരത്തിലുമാണ് ബ്രാഹ്മണന്മാർ ആ പറയപ്പെട്ട പാവം മനുഷ്യരെ പല തരങ്ങളും പല ജാതികളും പല വർഗങ്ങളുമാക്കി വെച്ച് അവരൊക്കെ ഈ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ അവരുടെ കാതുകളിൽ ഈയമുരുക്കി ഒഴിക്കണമെന്നൊക്കെ പഠിപ്പിച്ചത്. അങ്ങനെ പേടിപ്പിച്ച് നിർത്തിയത് കൊണ്ടാണ് ഇന്നും അവരൊന്നും ഹിന്ദുക്കളെ വീട്ടിൽ രാമായണങ്ങളും മഹാഭാരതമൊന്നും ആർക്കും അറിയാതായി പോയത്. സത്യത്തിൽ